അമേരിക്കയിൽ അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്തുന്നതിന് പിന്നാലെ നിയമപരമായ കുടിയേറ്റക്കാരോടും കർശന നിലപാട് സ്വീകരിക്കാൻ യുഎസ് ഒരുങ്ങുകയാണ്. യുഎസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് H-1B വിസകൾ, വിദ്യാർത്ഥി വിസകൾ, കുടുംബാംഗങ്ങളെ കൊണ്ടുവരാനുള്ള അപേക്ഷകൾ, മറ്റ് കുടിയേറ്റ പരിപാടികൾ എന്നിവയിൽ ശക്തമായ പരിശോധനകൾ ഏർപ്പെടുത്തുമെന്ന് നിലവിൽ അറിയിച്ചിട്ടുണ്ട്. USCISന്റെ നേതൃത്വത്തിൽ നടന്ന ഓപ്പറേഷൻ ട്വിൻ ഷീൽഡ് വഴി H-1B വിസകളിലും വിദ്യാർത്ഥി വിസകളിലും നടന്ന ദുരുപയോഗങ്ങളും വ്യാജ വിവാഹങ്ങൾ വഴിയുള്ള അപേക്ഷകളും കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ആയിരക്കണക്കിന് സ്ഥാപനങ്ങളിൽ പരിശോധനകൾ നടത്തി. ഏകദേശം 1500 പേരെ നേരിട്ട് ചോദ്യം ചെയ്തു. ഇതിലൂടെ നിരവധി ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയും ചിലരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ വർഷം ജനുവരി 20 മുതൽ പൊതുസുരക്ഷ, ദേശീയ സുരക്ഷാ തട്ടിപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട് 14,400-ലധികം ആളുകളെ ICEയിലേക്ക് റഫർ ചെയ്തു. ഇതിൽ 182 പേർ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായവരാണെന്നാണ് സംശയിക്കുന്നത്. നിയമപാലകരുമായുള്ള സഹകരണത്തിലൂടെ USCIS ഓഫീസുകളിൽ മാത്രം 2,400-ലധികം അറസ്റ്റുകൾ നടന്നിട്ടുണ്ട്. വർക്ക് പെർമിറ്റുകൾ സംബന്ധിച്ച നിയമങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിലവിൽ അപേക്ഷകൾ പരിഗണനയിലിരിക്കെ വർക്ക് പെർമിറ്റുകൾക്ക് ഓട്ടോമാറ്റിക്കായി ലഭിച്ചിരുന്ന നീട്ടി നൽകൽ അവസാനിപ്പിച്ചു. ചില വർക്ക് പെർമിറ്റുകളുടെ പരമാവധി കാലാവധി 5 വർഷത്തിൽ നിന്ന് 18 മാസമായി കുറച്ചു. ഇതുവഴി അപേക്ഷകരെ കൂടുതൽ തവണ പരിശോധിക്കാൻ USCISന് കഴിയും. കൂടുതൽ ഉയർന്ന വൈദഗ്ധ്യമുള്ള, ഉയർന്ന ശമ്പളം വാങ്ങുന്നവരെ H-1B വിസകൾക്ക് മുൻഗണന നൽകുന്നതിനുള്ള പുതിയ നിയമം USCIS കൊണ്ടുവരുന്നുണ്ട്. ഇത് അമേരിക്കൻ തൊഴിലാളികളുടെ ശമ്പളവും തൊഴിൽ സാഹചര്യങ്ങളും അവസരങ്ങളും സംരക്ഷിക്കാൻ ലക്ഷ്യമിടുന്നതാണ്. അതേസമയം കാർഷിക മേഖലയിലെ തൊഴിലാളികൾക്കുള്ള വിസകൾ വേഗത്തിലാക്കാനും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇത് രാജ്യത്തിന്റെ കാർഷിക മേഖലയ്ക്ക് സഹായകമാകും. കുടുംബാംഗങ്ങളെ അമേരിക്കയിലേക്ക് കൊണ്ടുവരാനുള്ള അപേക്ഷകളും കർശനമായി നിരീക്ഷിക്കുന്നുണ്ട്. വിവാഹങ്ങളും കുടുംബ ബന്ധങ്ങളും യഥാർത്ഥമാണോ എന്ന് ഉറപ്പുവരുത്താൻ അപേക്ഷകൾ വിശദമായി പരിശോധിക്കുന്നുണ്ട്. കുടിയേറ്റ ആനുകൂല്യങ്ങൾ നേടാനുള്ള വ്യാജ പദ്ധതികളാണോ ഇതിന് പിന്നിലെന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഭരണകൂടം. ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോം, USCIS ഡയറക്ടർ ജോസഫ് B. എഡ്ലോ എന്നിവരുടെ നേതൃത്വത്തിൽ അമേരിക്ക ഫസ്റ്റ് എന്ന നയം പിന്തുടരുകയാണ്. പൊതുസുരക്ഷ, ദേശീയ സുരക്ഷ, കുടിയേറ്റ സംവിധാനത്തിന്റെ സുരക്ഷയും ഉത്തരവാദിത്തവും ഉറപ്പാക്കുക എന്നിവയാണ് ഈ നയത്തിന്റെ ലക്ഷ്യങ്ങൾ. സെക്രട്ടറി നോം ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ ചുമതല ഏറ്റെടുത്തതോടെ USCIS അമേരിക്ക ഫസ്റ്റ് എന്ന നിലപാട് സ്വീകരിച്ചു. അമേരിക്കയുടെ കുടിയേറ്റ സംവിധാനത്തിൽ ക്രമവും സുരക്ഷിതവും സത്യസന്ധവും ഉത്തരവാദിത്തവും പുനഃസ്ഥാപിച്ചു എന്നാണ് എഡ്ലോ പറഞ്ഞത്. നവംബർ 26-ന് വൈറ്റ് ഹൌസിന് സമീപത്തുണ്ടായ ആക്രമണത്തെ തുടർന്ന് അഫ്ഗാനിസ്ഥാൻ പൗരൻ ഉൾപ്പെട്ട സംഭവത്തിൽ ചില വിഭാഗക്കാർക്കുള്ള ആശ്രയ അഭ്യർത്ഥന പ്രോസസ്സിംഗ് USCIS താൽക്കാലികമായി നിർത്തിവെച്ചു. കൂടാതെ ഉയർന്ന അപകട സാധ്യതയുള്ള ചില രാജ്യങ്ങളിൽ നിന്നുള്ള ഗ്രീൻ കാർഡ് അപേക്ഷകളും അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റ അപേക്ഷകളും നിർത്തിവെച്ച് അവ പുനഃപരിശോധിക്കാൻ ഉത്തരവിട്ടിരുന്നു. ഇപ്പോൾ 19 ഉയർന്ന അപകട സാധ്യതയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകരെ പരിശോധിക്കുമ്പോൾ രാജ്യത്തിന്റെ അപകട സാധ്യതയും പരിഗണിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡിസംബർ 5-ന് നൂതന സാങ്കേതിക വിദ്യയും നിയമപാലകരുമായും രഹസ്യാന്വേഷണ ഏജൻസികളുമായുമുള്ള സഹകരണവും ഉപയോഗിച്ച് കുടിയേറ്റ പരിശോധനകൾ ശക്തിപ്പെടുത്തുന്നതിനായി USCIS ഒരു പുതിയ പരിശോധന കേന്ദ്രം ആരംഭിച്ചു. ഓപ്പറേഷൻ ട്വിൻ ഷീൽഡ് എന്താണെന്ന് നോക്കാം. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ്, US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ്, ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നിവ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ ട്വിൻ ഷീൽഡ് മിനിയാപോളിസ്, സെന്റ് പോൾ മേഖലകളിൽ കുടിയേറ്റ തട്ടിപ്പുകൾക്കെതിരെയുള്ള ഒരു നടപടിയായിരുന്നു. സെപ്റ്റംബർ 19 മുതൽ 28 വരെയായിരുന്നു ഇത് നടന്നത്. പ്രത്യേക അപകട സാധ്യതയുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്ന അപേക്ഷകരുടെ നേരിട്ടുള്ള സന്ദർശനങ്ങളും വിശദമായ പരിശോധനകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. US കുടിയേറ്റ സംവിധാനത്തിന്റെ സത്യസന്ധത സംരക്ഷിക്കുന്നതിനും പൊതുജനങ്ങളെ സുരക്ഷിതരാക്കുന്നതിനുമുള്ള ഞങ്ങളുടെ പ്രതിബദ്ധത ഈ നടപടി കാണിക്കുന്നുവെന്നാണ് USCIS വക്താവ് പത്രക്കുറിപ്പിൽ പറഞ്ഞത്. ഈ നടപടി എക്സിക്യൂട്ടീവ് ഓർഡർ 14161 വിദേശ തീവ്രവാദികളിൽ നിന്നും മറ്റ് ദേശീയ സുരക്ഷ, പൊതുസുരക്ഷാ ഭീഷണികളിൽ നിന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ സംരക്ഷിക്കുക എന്നിവയുമായി യോജിക്കുന്നതാണ്. വിവാഹ, കുടുംബ അധിഷ്ഠിത അപേക്ഷകൾ, തൊഴിൽ അംഗീകാരങ്ങൾ, ചില പരോൾ സംബന്ധമായ അഭ്യർത്ഥനകൾ എന്നിവ കുടിയേറ്റ ആനുകൂല്യങ്ങൾക്കായി അന്വേഷിക്കപ്പെട്ടു. ഈ ഓപ്പറേഷന്റെ വിജയത്തെ തുടർന്ന് നിയമപരമായി കുടിയേറ്റ തട്ടിപ്പുകൾ കണ്ടെത്തുന്നിടത്തെല്ലാം നടപടിയെടുക്കാനും അപേക്ഷകരെ വിശദമായി പരിശോധിക്കാനും USCIS ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ അധികാരം ലഭിച്ചിട്ടുണ്ട്.